നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ ഇറാനുമേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിലാണ്. ഇത്തരമൊരു ശ്രമത്തെ ശക്തമായി ഇപ്പോൾ എതിർത്തിരിക്കുകയാണ് ചൈനയും റഷ്യയും ചേർന്ന്. യൂറോപ്യൻ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടുമുള്ളത് ഫ്രാൻസ്, അതുപോലെ തന്നെ ജർമ്മനി, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളാണ്. ഇത്തരം രാജ്യങ്ങളാണ് ഇറാന് മേൽ പഴയ ഉപരോധങ്ങൾ അവ തിരിച്ചു കൊണ്ടുവരണമെന്ന് ഇപ്പോൾ പറയുന്നത്. അതിന് അവർ പറയുന്ന കാരണം, ഇറാൻ ആണവ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര കരാറുകൾ ഇറാൻ പാലിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഇത്തരം രാജ്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത്. എന്നാൽ ഇത്തരമൊരു കാര്യത്തിനെതിരെയാണ് ഇപ്പോൾ ചൈന, അതുപോലെ തന്നെ റഷ്യ തുടങ്ങിയ വൻ ശക്തികൾ നിലപാടെടുക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇത്തരമൊരു തീരുമാനം അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന വാദമാണ് ഇപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും ഉയർത്തുന്നത്. ഇത്തരമൊരു നീക്കത്തോട് ഇപ്പോൾ ഇറാൻ പ്രതികരിച്ചിട്ടുണ്ട്. ഇത് അന്യായമായിട്ടുള്ള ഒരു നീക്കമാണ് എന്നാണ് ഇറാൻ പറയുന്നത്. അതായത് ഈ നീക്കം പൂർണ്ണമായും അന്യായമാണ്. ഇത് ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല എന്നാണ് ഇറാൻ ഇവിടെ വ്യക്തമാക്കുന്നത്. ഇതിനോട് ചൈന പ്രതികരിച്ചിട്ടുണ്ട്. അതായത് ആണവ കരാറിലെ പല കാര്യങ്ങളും ഇറാൻ അംഗീകരിച്ചിട്ടുള്ളതാണ്. അമേരിക്കയും യൂറോപ്പുമാണ് കരാർ ലംഘനം നടത്തുന്നതെന്നാണ് ചൈന പറയുന്നത്. റഷ്യ പറയുന്നത് ഇറാനെ ഒറ്റപ്പെടുത്താനായിട്ടുള്ള ഒരു നീക്കം അത് അംഗീകരിക്കാൻ കഴിയില്ല, അതിൽ വിജയിക്കില്ല എന്നാണ് റഷ്യ പറയുന്നത്. ഇതെല്ലാം കാണിക്കുന്നത് ഇറാൻ, ചൈന, റഷ്യ ഈ മൂന്ന് രാജ്യങ്ങളുടെയും രാഷ്ട്രീയ ബന്ധം അത് കൂടുതൽ ശക്തമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ സ്വാധീനത്തിനെതിരെ ശക്തമായൊരു ബ്ലോക്ക് പുതിയതായി രൂപം കൊള്ളുന്നു എന്നാണ് അൽ ജസീറ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. യൂറോപ്യൻ യൂണിയൻ പറയുന്നത്, അവരുടെ ഒരു വാദം എന്ന് പറയുന്നത്, ഇറാൻ ഇപ്പോഴും യുറേനിയം സമ്പുഷ്ടീകരണം അത് തുടരുന്നുണ്ട് എന്നാണ്. ഇത് ആണവായുധങ്ങൾക്ക് വഴി തുറക്കും എന്നൊരു ആശങ്കയാണ് ഇവിടെ യൂറോപ്യൻ യൂണിയൻ പങ്കുവയ്ക്കുന്നത്. അതിനാൽ തന്നെ ഇറാന് മേൽ പഴയ ഉപരോധങ്ങൾ അത് തിരിച്ചു കൊണ്ടുവരണമെന്നാണ് ഇത്തരം രാജ്യങ്ങളുടെ ആവശ്യം. പഴയ ഉപരോധം എന്ന് പറയുമ്പോൾ, അതായത് ഇറാന് മേലുള്ള പഴയ ഉപരോധം എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും തോന്നിയേക്കാം ഇപ്പോൾ ഇറാന് മേൽ ഉപരോധം ഇല്ലേ എന്ന്. തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ ഇറാന് മേൽ അമേരിക്കയുടെ കഠിനമായിട്ടുള്ള ഉപരോധം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയന്റെ ചില വിലക്കുകളും ഇപ്പോൾ ഇറാൻ നേരിടുന്നുണ്ട്. എന്നാൽ പഴയ വിലക്ക് വീണ്ടും കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അതിൽ ആയുധങ്ങൾ ഇറാന് വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ ബാങ്കിംഗ് ഉൾപ്പെടെയുള്ള നിരവധി മേഖലകളിൽ വിലക്കുകൾ ബാധിച്ചേക്കാം. ഈ ഒരു പഴയ വിലക്ക് വന്നാലും ഇറാൻ ഒറ്റപ്പെടില്ല എങ്കിൽ കൂടിയും ഇറാന്റെ സാമ്പത്തിക മേഖല ഇപ്പോൾ ഉള്ളതിലും ആഴത്തിൽ ബാധിക്കുമെന്നാണ് ഇതിനെക്കുറിച്ച് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. നമുക്കറിയാം, ഇറാൻ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ വിതരണ രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യം തന്നെയാണ്. ഇറാന് മേൽ ഉപരോധം വരികയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എണ്ണ വില അത് ഉയർന്നേക്കാം. അത് ആഗോള ഒരു സാമ്പത്തിക സ്ഥിതിയെ തന്നെ കാര്യമായി ബാധിച്ചേക്കാം. ഇൻ കേസ് ഇപ്പോൾ മറ്റു രാജ്യങ്ങൾ ഇറാനെ ഒറ്റപ്പെടുത്താനായി ശ്രമിച്ചാലും ചൈനയും റഷ്യയും ഉള്ളതുകൊണ്ട് അത് ഇറാനെ കാര്യമായി ബാധിക്കില്ല എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതായത് ഇപ്പോൾ തന്നെ ചൈന ഇറാനിൽ നിന്ന് വലിയ രീതിയിൽ തന്നെ എണ്ണ വാങ്ങുന്നുണ്ട്. മറ്റൊരു വശത്ത് റഷ്യയും ഇറാനും തമ്മിൽ സാമ്പത്തിക ബന്ധവും ശക്തമാണ്. അതിനാൽ തന്നെ ഇത്തരമൊരു നീക്കം, അതായത് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇത്തരമൊരു നീക്കം ഇറാനെ കാര്യമായി ബാധിക്കില്ല എന്നാണ് ഇപ്പോൾ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത്. അൽ ജസീറയാണ് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മറ്റൊരു വാർത്ത, ഇസ്രയേലി പ്രതിരോധ സേന പുറത്തുവിട്ടിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് ഹമാസിന്റെ മുഖ്യ വക്താവായിട്ടുള്ള അബു ഉബൈദ അദ്ദേഹത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രയേൽ ഒരു ആക്രമണം നടത്തിയിരുന്നു. അതായത് ഒരു എയർ സ്ട്രൈക്ക് ഇസ്രയേൽ നടത്തിയിരുന്നു. എന്നാൽ ഇദ്ദേഹം കൊല്ലപ്പെട്ടോ ഇല്ലയോ എന്ന് ഉറപ്പില്ല. അതിനെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണ് എന്ന് ഇപ്പോൾ പറയുന്നത് ഇസ്രയേലി പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാണ്. അതായത് ഈ ഒരു കാര്യത്തിൽ ഇസ്രയേലിന് തന്നെ വ്യക്തതയില്ല. അതിനോടുകൂടി തന്നെ ഇപ്പോൾ ഹമാസും ഇതിനോട് പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹം കൊല്ലപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഹമാസിന് കനത്ത തിരിച്ചടിയായിരിക്കും. എന്നാൽ അദ്ദേഹം ജീവിച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇസ്രയേലിന്റെ വാദങ്ങളെല്ലാം തന്നെ വെറുതെ ആയി പോകുന്ന ഒരു അവസ്ഥയും ഉണ്ടാകും. എന്തായാലും വരും ദിവസങ്ങളിൽ മാത്രമേ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് ആക്ച്വലി അവിടെ നടന്നത് എന്നതിനെക്കുറിച്ചൊരു വ്യക്തമായ ചിത്രം നമുക്ക് കിട്ടുകയുള്ളൂ.